നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സണ്, നിങ്ങളുടെ മനസ്സിലുള്ള ആൾ, ആ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജിയാണ്, റിലേഷൻഷിപ്പിൻ്റെ എനർജി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളത് നോക്കും, ഓറക്കൽ മെസ്സേജ് നോക്കും, പിന്നെ ഈ എനർജി എന്താണെന്ന് നോക്കും, പിന്നെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കും. ആ ഫീലിങ്സ് എന്താണ് എന്ന് കാണിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ വിശദീകരണം ചോദിക്കും. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് വെക്കാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, റെസനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രം എടുക്കുക. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഒന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. നമുക്ക് ഇത് 2, ഇത് 3. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജ്, ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള എന്ത് ഓറക്കൽ മെസ്സേജാണ് ഭഗവാൻ തരാൻ പോകുന്നതെന്ന് നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ ഇങ്ങനെ വീണ്ടെടുക്കാൻ പറ്റില്ല. എനിക്ക് മറിയണം, കാർഡ് മറിഞ്ഞ് വീണാലേ അതൊരു കറക്റ്റ് മെസ്സേജായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ വീണാൽ ശരിയാവില്ല. കാർഡ് മറിയണം. ഇനി വരുമ്പോൾ നോക്കാം. ഓക്കെ, സീസ് ദ മൊമെൻറ്റ്, എക്സിക്യൂട്ട് യുവർ പ്ലാൻസ് ഫോർ സക്സസ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സക്സസ്ഫുൾ ആകി. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്താൽ അത് സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ തുടങ്ങുന്നത് അതിൻ്റെ ഇന്നിപ്പോൾ തുടങ്ങിയാൽ അത് സക്സസ്ഫുൾ ആകുമെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തത് ചേഞ്ച് ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയൊരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ചേഞ്ച് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവും, ചിലപ്പോൾ ഇതിനകത്ത് ദോഷങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള എനർജിയാണ്. നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് വാൻസ് ആണ്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻ്റ് ആണ്. ഈ പേഴ്സൺ ഭയങ്കര ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരു എനർജിയാണ് കേട്ടോ. അത് കുറച്ച് അഡ്വെഞ്ചർ ലവിങ് ആണ്. പെട്ടെന്ന് ബോറടിക്കുന്ന, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണിത്. വെറുതെ ഇരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണിത്. ഭയങ്കര റെസ്റ്റ്ലെസ് ആയ എനർജിയാണിത്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല, കുറച്ച് ഇമ്മച്വേർഡ് ആയ ഒരു എനർജിയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാൻ വഴിയില്ല, നോൺ കമ്മിറ്റൽ എനർജിയാണിത്. എന്നാലും ഇവിടെ അബാൻഡൻ ചെയ്തിട്ടില്ല കേട്ടോ. ചിലപ്പോൾ അബാൻഡൻ ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു എനർജി ആയിരിക്കാം. എന്നുവെച്ചാൽ നോ കോണ്ടാക്റ്റിൽ ഇരുന്നിട്ട് തിരിച്ചു വരുന്ന ഒരു എനർജി ആയിരിക്കാം ഇത്. നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പഴയ കാര്യങ്ങൾ, നിങ്ങൾ നേരത്തെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു റിലേഷൻഷിപ്പ്. ഇടയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയിട്ടുണ്ടാവും. എന്നാലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന എനർജീസാണ് ഇവിടെ കാണിക്കുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്?
ഓക്കെ. ഇവിടെ കുറേ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കോമ്പറ്റീഷൻ രണ്ടുപേരും തമ്മിൽ. അപ്പോൾ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ തമ്മിൽ നല്ല വഴക്കും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ മറ്റേ ആളെക്കാളും ഉയർന്നു നിൽക്കണമെന്ന് ആലോചിച്ചിരുന്ന രണ്ടുപേരും തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടായില്ല. ഇടയ്ക്ക് വന്നപ്പോൾ ഭയങ്കര പ്രശ്നമായി. ഭയങ്കര ഈഗോ ഉള്ള രണ്ടുപേരായിരിക്കണം ഇത്. അപ്പോൾ ഇപ്പോൾ അത് മെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു റീകൺസിലിയേഷൻ, വഴക്കിട്ട് നിന്നാൽ ശരിയാവില്ല എന്നൊരു ചിന്ത ഉണ്ട് നിങ്ങളുടെ പേഴ്സണ് കേട്ടോ. അപ്പോൾ മുമ്പുള്ള പ്രശ്നങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുകയോ അടിയും ബഹളമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ആ പേഴ്സൺ ഓക്കെ അങ്ങനെ പറ്റിപ്പോയി എന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായ ഒരു എനർജിയാണ് ഇപ്പോൾ. ആ ഒരു സിറ്റുവേഷനിൽ ഓക്കെ നമ്മൾ ഒരാളോടൊപ്പം മിണ്ടാതെ കുറേ വർഷങ്ങളിരുന്ന് അവസാനം കുറേ പ്രായമാവുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്ത് നോക്കാനാണ്, അതൊക്കെ കഴിഞ്ഞില്ലേ, അത് പഴയ കാലമല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് തപ്പിപ്പോവില്ലേ, അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വൈരാഗ്യം മനസ്സിൽ വെച്ച് കുറേ നാൾ കൊണ്ടു നടന്നു, പ്രശ്നങ്ങൾ മനസ്സിൽ വെച്ച് കൊണ്ടു നടന്നു. പക്ഷെ ഇപ്പോൾ ഫൈൻഡിങ് പീസ് എന്നാണ് പറയുന്നത് വെച്ചാൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറികടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ സ്വയം ഞാൻ തെറ്റ് ചെയ്തു എന്ന് ആക്സെപ്റ്റ് ചെയ്യുക, ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുക അല്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ചിന്ത വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പഴയ പ്രശ്നങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്തു, അതൊക്കെ വന്നു പോട്ടെ. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിവിടെ കാണിക്കുന്നത്, ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പേഴ്സണ് മാനസാന്തരം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ ഈ പേഴ്സൺ അൺകണ്ടീഷണൽ ലവ് ചെയ്തിരുന്ന ഏതോ ഒരാൾ ആ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ അതിൽ സ്റ്റക്കാണ്. ആ പേഴ്സണ് ആ ഒരു സാഡ്നെസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഈ പേഴ്സണ്, മനസ്സിലായി, അതിൽ സ്റ്റക്കാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ഒന്നും കൂടെ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ ജീവിതത്തിലൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും അമ്മ വഴക്ക് പറഞ്ഞ് ദേഷ്യത്തോടെ പോയ കുട്ടി എന്തെങ്കിലും തട്ടി വീണ് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല സഹായിക്കാൻ, അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ഓടി വരില്ലേ, ഏകദേശം ആ ഒരു ഇത് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റാണ് നിങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമേ ഈ പേഴ്സണെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് മാത്രമേ സമാധാനിപ്പിക്കാൻ പറ്റുമുള്ളൂ, ഒരു സമാധാനം കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരു ഫീലിങ്സ് ഉള്ള പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് നിങ്ങളോടുള്ള, നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റ് ആണെങ്കിൽ, നിങ്ങൾ എവിടെയാണെന്ന് ഈ പേഴ്സൺ അറിയില്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൈസീസ്, സാജിറ്റേറിയസ് ആണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയൊരു എനർജിയാണോ? അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറെ ആരുടെയോ പുറകെ പോയിട്ട് നിങ്ങളെ ചതിക്കുകയാണ് ചെയ്തത്. നിങ്ങളോട് പറഞ്ഞില്ല പോകുന്ന കാര്യമോ വേറൊരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന കാര്യമോ ഒന്നും പറഞ്ഞില്ലായിരുന്നു ഈ പേഴ്സൺ. ഒരു ദിവസം അങ്ങ് പോയി കളഞ്ഞു, നിങ്ങൾക്കൊന്നും അറിയാണ്ടായിപ്പോയി. പിന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങൾ. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ അന്വേഷിച്ച് വരുന്നുണ്ട്. മറ്റേ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി, അതെല്ലാം പോയി, ഇപ്പോൾ ഒന്നുമില്ല. അതുകൊണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നത്? ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക? പേജ് ഓഫ് കപ്സ് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഫ്രണ്ട്സിനോടും ഫാമിലിയോടും, നിങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടെല്ലാം അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണെന്ന്. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു, സ്ത്രീ ആയാലും പുരുഷനായാലും. എങ്ങനെയും എനിക്ക് നിൽക്കാൻ പറ്റും, അങ്ങനെ നീ ഇല്ലെങ്കിലും പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പോയ ആളാണ്. ഇപ്പോൾ കോൺഫിഡൻസ് എല്ലാം പോയി. ഒന്നും നേരെ നിൽക്കാനുള്ള കപ്പാസിറ്റി. ചിലപ്പോൾ ഫിസിക്കൽ പ്രശ്നങ്ങളും ഉണ്ടാവും, അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ആരും നോക്കാനില്ലായിരിക്കാം. അപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാപ്പ് പറയാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇവിടെ. കാരണം ഇതൊരു നിങ്ങളോട് ചെയ്തത് ഒരു കുറ്റബോധം, നിങ്ങളൊരു ഫൂളാക്കിയ പോലെയാണല്ലോ ചെയ്തത്. ഒന്നും പറയാതെ മുങ്ങിക്കളയുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു ഭയങ്കര പ്രാരാബ്ധമായിട്ട് ആ പേഴ്സൻ്റെ മനസ്സിലുണ്ട്.
അപ്പോൾ പേഴ്സൺ എന്നാലും വരുമ്പോൾ ക്ഷമ ചോദിക്കാനുള്ള ഒരു ഇതുണ്ട്, ക്ഷമ ചോദിക്കും, പക്ഷേ ഒരു ഡിഫെൻസീവ് ഇതും കൂടെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്തത് ഇന്ന കാരണം കൊണ്ടാണെന്നൊരു ഡിഫെൻസീവ് ഒരു ഇതും കൂടെ വരുന്നുണ്ട്. എന്തായാലും ഈ പേഴ്സൻ്റെ ഉദ്ദേശം 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു ഫ്യൂച്ചറാണ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, നല്ലോണം പൈസ, ഇതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ്. മെറ്റീരിയലിസ്റ്റിക് ഹാപ്പിനെസ് ആണ്. 10 ആണ്. പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ആണ്. വീട്, കുടുംബം, ജോലി, പണം, ഇതൊക്കെയാണ്. അപ്പം ആ ഒരു ഇതാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങളോട് പ്രപ്പോസ് ചെയ്യാനും ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിവിടെ പറയുന്നില്ല, പക്ഷെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളായിട്ട് ചെയ്യണമെന്നുണ്ട്. രണ്ടാമത് ജീവിതം നിങ്ങളായിട്ട് തുടങ്ങണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതിന് പേഴ്സൺ ട്രൈ ചെയ്യും. എന്തായാലും നിങ്ങളെ അന്വേഷിച്ച് വരുന്നുണ്ട് ഈ പേഴ്സൺ. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആൾ വന്ന് നിങ്ങൾ ഇപ്പോൾ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഈ പേഴ്സണ് ചേഞ്ച് അതുകൊണ്ടാണ് കാണിക്കുന്നത്. മനസ്സിലായോ? ഒരു ചേഞ്ച് വരുന്നത് ഒരു മേജർ ചേഞ്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അറിയില്ല. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾ അന്വേഷിക്കേണ്ടത് നിങ്ങൾക്കിത് വേണോ വേണ്ടയോ എന്നാണ്. മനസ്സിലായോ? നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പലരും പല സമയത്തായിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ അവരെല്ലാം തിരിച്ചു വന്നാൽ നമ്മൾ അവരെ എല്ലാം സ്വീകരിക്കണം എന്നില്ല, അല്ലേ? നിങ്ങളിപ്പോൾ വിവാഹം കഴിക്കാതെ ഈ പേഴ്സണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നതെങ്കിൽ അത് വേറെ. പക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളുടെ കൂടെയൊക്കെ പോയ ആളാവുമ്പോൾ നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് വേണം ഈ സിറ്റുവേഷനിലേക്ക്. കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് കയറിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ മേജർ ചേഞ്ചസ് ഉണ്ടാവും. മനസ്സിലായി? ഇപ്പോഴത്തെ പോലെയല്ല. അപ്പോൾ ചിലപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും. കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായി? അതാണ് പ്രശ്നം. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഈ കാര്യം കഴിഞ്ഞു പോയതാണ്. നിങ്ങളെ ചീറ്റ് ചെയ്ത് വഞ്ചിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിർന്നു പോയ ഒരു റിലേഷൻഷിപ്പാണ് ഇത്. രണ്ടാമത് ഈ പേഴ്സൺ റീകൺസൈൽ ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സൻ്റെ കുറ്റബോധം കൊണ്ട് മാത്രമല്ല, ആ പേഴ്സണ് എല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ടും കൂടിയാണ്. അപ്പം തിരിച്ചിനി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഒരു ഡിപ്പെൻഡൻസി സിറ്റുവേഷനിലാണോ? അതൊക്കെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമുക്ക് ഡിപ്പെൻഡൻസി സിറ്റുവേഷൻ അല്ല വേണ്ടത്. നമുക്ക് താങ്ങും തണലുമാകണം, അതുപോലെ നമ്മളും താങ്ങും തണലാവണം. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സപ്പോർട്ട് ആര് തരും? നമ്മൾ അവർക്ക് സപ്പോർട്ട് ആവാം. പക്ഷേ കുട്ടികളാണെങ്കിൽ നമ്മളുടെ മക്കൾ നമ്മളുടെ സപ്പോർട്ടിലാണ് ജീവിക്കുന്നത് ഒരു പരിധി വരെ. പക്ഷേ നമ്മളുടെ ഭാര്യയോ ഭർത്താവോ നമ്മൾക്കും സപ്പോർട്ട് തരണവരല്ല. നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾക്ക് സപ്പോർട്ട് ആവശ്യമുള്ളപ്പോൾ ആരാ തരും? അപ്പോൾ അതൊക്കെ കൂടി നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷനാണ്. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങളുടെ വിവാഹ ജീവിതമാണോ? കാരണം ഇത് വന്ന് കയറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹ ജീവിതം പോവും. അതാണോ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ശരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യയോ ഭർത്താവിനോ നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന പോലെയാവും ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറുമ്പോൾ. അപ്പോൾ ഈ പേഴ്സണെ നിങ്ങൾ സ്വീകരിച്ചാൽ അതും ഇവരോട് ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവസാനം ഇതുമില്ല അതുമില്ല എന്ന സിറ്റുവേഷനിലേക്ക് പോകരുത്. അതുകൊണ്ട് തന്നെ വളരെ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണിത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ വിവാഹത്തിനെ വളരെ സീരിയസ് ആയിട്ട് ഇത് ബാധിക്കും കേട്ടോ. അതാണ് ഇത് പറഞ്ഞത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ഇതാക്കാൻ. കാരണം നിങ്ങൾക്ക് 2 റിലേഷൻഷിപ്പ് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ചൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ റീഡിങ്. വെർഗോ ഇവിടെ കാണിക്കുന്നുണ്ട്, അക്വേറിയസ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ പൈസീസ്, സാജിറ്റേറിയസ് ആണുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് ആദ്യത്തെ റീഡിങ്. ഇനി ഞാൻ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ്
ഇത് നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ എനർജി, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണത്. അപ്പോൾ ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, ഈ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? രണ്ട് കാർഡാണ്, രണ്ടും ചേഞ്ചിനെ കുറിച്ച് പറയുന്നതാണ്. ഒന്ന് ഇതും ചേഞ്ചാണ്, ഇത് ഡിസ്ട്രോയ്, ഇത് മേജർ ചേഞ്ച്. ഇത് വെറും ചേഞ്ച്, ഇത് മേജർ ചേഞ്ച്. രണ്ടും നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഈ ഡിസ്ട്രോയർ എന്ന് പറയുമ്പോൾ ഡിസ്ട്രക്ഷൻ ഇസ് എൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ക്രിയേഷൻ. അപ്പോൾ ഒരു സാധനം നശിപ്പിച്ചാൽ മാത്രം, അതാണ് പ്രളയം വരിക, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, ഭൂകമ്പം, ഇതൊക്കെ ഒരു സ്ഥലം കംപ്ലീറ്റ് ആയിട്ട് ഉഴുതുമറിക്കും. നമ്മൾ പുതിയ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് ആ നിലം ഉഴുതുമറിക്കും, എന്നാലേ അത് പിന്നെയും വിത്ത് സ്വീകരിക്കാനുള്ള ഒരു ഇത് വരുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാ ദുരന്തങ്ങളും, പ്രകൃതി ദുരന്തങ്ങളും അങ്ങനെ തന്നെയാണ്. അവിടെ പുതിയ സിറ്റുവേഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് ഒരു ഡിസ്ട്രക്ഷൻ, എന്തോ ഒരു കാര്യം തകർന്നടിയും, എന്നിട്ടാണ് പുതിയ ചേഞ്ച് വരാൻ പോകുന്നത്. അപ്പോൾ എന്തോ ഒരു വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇത് രണ്ടും അതാ പറയുന്നത്. ചിലപ്പോൾ അത് ഫേവറബിൾ ആയിരിക്കും, ചിലപ്പോൾ അത് നിങ്ങൾക്ക് വളരെ കഷ്ടപ്പാട് തരാൻ വഴിയുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട കാര്യമാണെന്നാണ് പറയുന്നത്. നിങ്ങളും ആ പേഴ്സണും തമ്മിലുള്ള എനർജി 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ഫാമിലി, വൈഫ്, ഹസ്ബൻഡ്, ചിൽഡ്രൻ, എല്ലാം കൊണ്ടും വളരെ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എനർജിയാണിത്. എല്ലാ തരത്തിലും ഇമോഷണലി രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നല്ലൊരു സമയം, നല്ലൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ. അപ്പോൾ അതിലെന്ത് ചേഞ്ചാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. അത്രയും സന്തോഷമുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് ചേഞ്ച് വരുന്നത്. അതുകൊണ്ടാണ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത്. കാരണം ഈ ഒരു സന്തോഷം, ഈ ഒരു സിറ്റുവേഷനാണ് മാറി വരാൻ പോകുന്നത്. എല്ലാത്തിനും ഒരു സൈക്കിൾ ഉണ്ട്. നമ്മളൊരു ഭയങ്കര എന്ന് വെച്ചാൽ ഈ നമ്മളൊരു ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കില്ല, അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെയും താഴത്തേക്ക് പോകും. അപ്പം നമ്മളിപ്പോൾ താഴെയാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, നല്ല സമയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല സമയത്തിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സമയത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങും. അത് നേച്ചറിൻ്റെ ഒരു കളിയാണത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനാക്ഷനാണ്, ഒരു ആക്ഷനും എടുക്കുന്നില്ല, ഒരു റെസ്റ്റ് എടുക്കുന്ന പോലെ. അപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒരു ഇതും ഇല്ലാതെ, ഓവർ തിങ്കിങ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ. ഇവിടെ ജഡ്ജ്മെൻറ്റ് റിവേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ അങ്ങനെ എന്താ പറയുക, ഒരു ഇപ്പം തൽക്കാലത്തേക്ക് പ്രശ്നമൊന്നുമില്ലെന്നാണ് കാണിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. കാർമിക് സിറ്റുവേഷൻ ഒന്നുമല്ല, വളരെ ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഒരു ആക്ഷനും ഇപ്പോൾ അങ്ങനെ ഓവറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പം ഇത് ചിലപ്പോൾ സീക്രട്സ് ഹൈഡ് ചെയ്യുന്ന പോലെയും ആയിരിക്കും. റിവേഴ്സ് കാണിക്കുന്നുണ്ട്. ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് വരുമ്പോൾ ഒരു റെസറക്ഷൻ, അതൊക്കെയാണ് കാണിക്കുന്നത്. ഇത് ജഡ്ജ്മെൻറ്റ് റിവേഴ്സ് വരുമ്പോൾ അത് കർമ്മഫലം, പിന്നെ ഒരു അവസാനം എന്നൊക്കെ കാണിക്കും. ജഡ്ജ്മെൻറ്റ് റിവേഴ്സ് വരും. മറ്റേത് റിസറക്ഷൻ ആണ്. നേരെ വരുമ്പോൾ റിസറക്ഷൻ, തിരിഞ്ഞു വരുമ്പോൾ അതൊരു എൻഡ് പോലെയാണ് കാണിക്കുക. അപ്പോൾ ഒരു ഹാപ്പിനെസ്സിൻ്റെ അവസാനം പോലെ കാണിക്കുന്നുണ്ടോ? കഷ്ടമാണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണ്. സ്കോർപിയോ ആണ് സോഡിയക് സൈൻ അവിടെ കാണിക്കുന്നത്.
മെഡിറ്റേഷൻ, റീവാലുവേഷൻ. ഈ സിറ്റുവേഷൻ ഒരു റീവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ. ഇത് രണ്ടും എവല്യൂഷനാണ്. ഇത് എവല്യൂഷൻ ആക്ഷൻ, ഇത് റീഇവാലുവേഷൻ ആണ്. ഒരു സിറ്റുവേഷന് ഈ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു എന്താ പറയുക, നിങ്ങൾ ചിലപ്പോൾ സ്റ്റേറ്റസിൽ വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ദത്തെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ഇത്ര നാളും വളരെ മീൻസ് ചില എന്താ പറയുക, ഭാര്യമാർ ഭരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഭയങ്കരമായിട്ട് അതോറിറ്റി ഉള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ പേഴ്സൺ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തു. ചിലപ്പോൾ ഉള്ളിൽ ഈ പേഴ്സൺ ഹാപ്പി അല്ലായിരിക്കാം, പുറമേ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണിക്കുന്നു, എല്ലാ കാര്യങ്ങളും നടന്നു പോണു, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല, പുറമേ കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ അത്ര ഹാപ്പി അല്ലായിരുന്നിരിക്കാം, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇവാലുവേഷൻ. ആ പേഴ്സൺ അത് പ്രശ്നമില്ലാതെ ഇരുന്നത് കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇത്രയും സ്മൂത്ത് ആയിട്ട് ഇത്രയും നാളും പോയത്. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ അതിലൊരു റീഇവാലുവേഷൻ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഒരു പുനർവിചിന്തനം, എന്താണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, ഇത് നല്ലതാണോ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസിനെ കാണിച്ചേക്കുന്നത്? ഈ പേഴ്സൺ റിലേഷൻഷിപ്പിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒട്ടും, ഈ ഒരു പുനർവിചിന്തനം കാരണം. ഇവിടെ ഈ പേഴ്സൺ ഇപ്പം ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കുകയാണ്, പക്ഷേ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നിർത്താൻ പോവുകയാണ്. അത് ചിലപ്പോൾ ഇവിടെ വേറൊരു എനർജി, ഈ എംപ്രസ് ചിലപ്പോൾ പുതിയൊരു എനർജി ആയിരിക്കാം, മനസ്സിലായോ? പുതിയ പുറത്തുനിന്ന് വന്ന വേറൊരു എനർജി ആയിരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ ഇവിടെ എംപ്രസും എംപററും ഉണ്ട്. അപ്പോൾ ഇത് ഹസ്ബൻഡ് വൈഫാണ് കേട്ടോ. ഹസ്ബൻഡിന് അധികം വിലയില്ല, വൈഫിനാണ് പവർ ഉള്ളത് ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് വലിയ ഹാപ്പി അല്ല. അപ്പം ഇത് ഈ പേഴ്സണെ അലട്ടാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ ഇതിന് ഒരു ആക്ഷൻ എടുക്കും, അതിനാണ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നാളും ഈ പേഴ്സൺ ഇതിന് അടിമപ്പെട്ട് നിന്നിരുന്നത് കൊണ്ടാണ് ഇവിടെ ഇമോഷണൽ ഹാപ്പിനെസ് ഉണ്ടായിരുന്ന, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ, ഭാര്യ, ഭർത്താവ് എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്ന ഒരു എനർജിയാണിത്. ഭാര്യയുടെ ഫാമിലി, ഭർത്താവിൻ്റെ ഫാമിലി. പക്ഷെ ഇപ്പോൾ അത് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു പുനർവിചിന്തനം വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ എന്നൊരു ചോദ്യം വന്നതുകൊണ്ട് ഈ പേഴ്സൺ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ ഈ സിറ്റുവേഷൻ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഒരു ട്രാപ്പിൽ പെട്ട പോലെയാണ് ഈ പേഴ്സൻ്റെ പെരുമാറ്റം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടോയെന്ന് അറിയില്ല. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കാൻ പോകുന്നത്? ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ്? കള്ളത്തരമാണ് കാണിക്കുന്നത്. നോക്ക്, ബിട്രയൽ. ഈ പേഴ്സൺ ഒരു എന്തോ ഒരു കള്ളത്തരം ഈ പേഴ്സൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇതുവരെ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. എവിടെ പോകുമ്പോഴും തിരിഞ്ഞു നോക്കും, ആ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. എന്തൊരു കള്ളത്തരമുള്ള പോലെ ഈ പേഴ്സൺ ആരോ സ്പൈ ചെയ്യുന്ന പോലെ. നമ്മൾ കള്ളത്തരം ചെയ്യുമ്പോഴാണല്ലോ നമ്മളുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മളങ്ങ് നേരെ പോയാൽ പോരെ. പക്ഷേ ഈ പേഴ്സൺ ഓരോ കാര്യം ചെയ്യുമ്പോഴും തിരിഞ്ഞു നോക്കുന്നുണ്ട്, ആരെങ്കിലും ഈ പേഴ്സൻ്റെ പുറകെ ഉണ്ടോ എന്ന്. അപ്പോൾ ഭയങ്കര സ്ട്രാറ്റജിക് ആയിട്ടാണ് മൂവ്മെൻറ്റ് ഈ പേഴ്സൺ കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇവിടെ ഓവർ ബേർഡൻഡ് ആണ്, ഇഷ്ടംപോലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാം റിവേഴ്സ് ആണല്ലോ വരുന്നത്. പോസിറ്റീവ് വരുമോ നോക്കാം. ഇവിടെ 10 ഓഫ് പോസിറ്റീവ് വന്നപ്പോൾ അത് ടവർ മൊമെൻറ്റ് വന്നു. ഈ പേഴ്സൺ നിങ്ങളോട് മൈൻഡ് ഗെയിംസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഈ പേഴ്സൺ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി, റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വെച്ചാൽ മതി എന്നുണ്ട്. പക്ഷെ അത് ഇറക്കി വെക്കുമ്പോൾ ഈ പേഴ്സൺ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് മേജർ ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രക്ഷൻ. അപ്പം നിങ്ങൾ ഇപ്പോൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഈ സ്വപ്ന സൗധം, അതിലെ സന്തോഷമെല്ലാം ഇടിഞ്ഞു വീഴുമെന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കും, നിങ്ങളത് കണ്ടുപിടിക്കുകയും ചെയ്യും.
ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് മറയ്ക്കാനും നിങ്ങൾ മാക്സിമം കണ്ടുപിടിക്കാതിരിക്കാനും ഈ പേഴ്സൺ പറയുമ്പോൾ മാത്രമേ നിങ്ങൾ അറിയാൻ പാടുള്ളൂ ആ കാര്യം. അതുകൊണ്ട് തന്നെ വളരെ തന്മയത്തോടെ വളരെ കണ്ണിങ് സ്ട്രാറ്റജിക് ആയിട്ടാണ് ഈ പേഴ്സൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത്. അത് ഇൻവെർട്ടർ പിക്കപ്പ് ചെയ്ത കറണ്ട് പോയപ്പോൾ സോറി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത്. സ്കോർപ്പിയോ, ഏറീസ്, ടോറസ്, ലീബ്ര, സ്കോർപ്പിയോ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? ഇവിടെ വേറൊരു എനർജി വരുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ആരോ ഒരാളാണിത്. ഇത് ആ എംപ്രസിൻ്റെ നിങ്ങളുടെ ഫാമിലി തന്നെയുള്ള ഒരാളാണ്. നിങ്ങളുടെ സിസ്റ്ററാണോ അതോ അനിയൻ്റെ ഭാര്യയാണോ? എന്തോ അങ്ങനെ എന്തോ ഒരു എനർജിയാണ്. പക്ഷേ ഇതൊരു സിംഗിൾ ആയിട്ടുള്ള എനർജിയാണ്. വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആണ്, കേപ്പബിൾ ആയൊരു എനർജിയാണ്. ചിലപ്പോൾ മാരീഡ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നവരായിരിക്കാം. എന്തായാലും ഇവരുടെ ലൈഫിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു മെയിൽ എനർജി ഇല്ല. ഇവർ ഫീമെയിലാണ്, സിംഗിൾ ആയിട്ടിരിക്കുകയാണ്. എല്ലാം തന്നെത്താനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്, പക്ഷെ നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്വപ്ന ലോകത്താണ്. ആൾക്കാരെല്ലാം നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളോട് ആൾക്കാർ പറയുന്ന നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, ദാമ്പത്യ ജീവിതം കണ്ടിട്ട് ആൾക്കാർക്ക് അസൂയ ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. പക്ഷെ ഒരു നിമിഷം നമ്മൾ അങ്ങനെയൊക്കെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ ഒരു നിമിഷം അവരുടെ കണ്ണ് കിട്ടാതിരിക്കണേന്നെങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ഇത് ശരിക്കും ഒരു കണ്ണ് കിട്ടിയ പോലെ ആയി. അല്ലെങ്കിൽ നിങ്ങൾ ശുദ്ധഗതി ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും. ചില ഭർത്താക്കന്മാർ പറയും, ഞാൻ അവൾക്ക് ഇപ്പോൾ ചില സിനിമയിലൊക്കെ നോക്കുമ്പോൾ കാണില്ലേ, അതിന് മറ്റേ എന്താണ് ഈ ശ്രീനിവാസനും മോഹൻലാലും സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്ന ആ മൂവിയിൽ എന്താ പറയുക, ശ്രീനിവാസൻ പറയല്ലേ എപ്പോൾ വേണമെങ്കിലും ബിരിയാണി വെച്ച് കഴിക്കാമല്ലോ, പിന്നെ എന്താ കുറവ്. അപ്പോൾ ചിലരുടെ മനസ്സിൽ ഭക്ഷണം, ഇഷ്ടംപോലെ ഭക്ഷണം, ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, വലിയ വീട്, കാറ്, ലക്ഷറി, ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലും അങ്ങനെ തന്നെയായിരിക്കാം. ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഈ പേഴ്സൺ എന്തിനാ വിഷമിക്കുന്നത്, ഈ പേഴ്സൺ അങ്ങനെ വലിയ സങ്കടമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ, പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ മെജോറിറ്റി ആളുകളും ആ ഒരു കാര്യം കൊണ്ട് മാത്രം ഹാപ്പി ആവില്ല, സാറ്റിസ്ഫൈഡ് ആവില്ല. അങ്ങനെ പ്രശ്നം വരുമ്പോഴാണ് എല്ലാം ഉണ്ടെങ്കിലും പലരും പല റിലേഷൻഷിപ്പിലേക്ക് കയറുന്നത്. അവിടെ ഒരു മേജർ ചേഞ്ചാണ്. നിങ്ങൾക്കൊരു എന്താ പറയുക, ഉൾവിളി, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കുലുക്കിയെടുക്കാൻ, പിടിച്ച് കുലുക്കുന്ന നിങ്ങളുടെ സ്വബോധത്തിലേക്ക് വരാൻ വേണ്ടി പിടിച്ച് കുലുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങളൊരു മൂഢ സ്വർഗത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ല എന്താ നടക്കുന്നത്. ഇത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സിറ്റുവേഷൻ വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമാണെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്നാണ് സ്വഭാവം മാറാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആണ് വലിയൊരു മേജർ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ഈ പേഴ്സണെ ശ്രദ്ധിക്കുന്നേ ഇല്ല, മനസ്സിലായോ? ചിലർ പറയില്ല, നീ എന്ത് ചെയ്യാനാണ്, മനസ്സിലാവണ്ട, അങ്ങനെ അതൊരു കഴിവില്ലാത്ത ഒരാളെ പോലെ, ഇവളെ കാര്യം നോക്കാൻ അല്ലെങ്കിൽ ഇവനെ കാര്യം നോക്കാനാണ് എന്നൊരു ചിന്ത. അത് ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് വരിക. അത് മിക്ക ആളുകൾക്കും വരുന്ന ഒരു സിറ്റുവേഷനാണ്. അവസാനം അടി കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ആരെയും വിശ്വസിക്കരുത്. 100% വിശ്വാസം കൊള്ളില്ല, മനസ്സിലായോ? അതൊരു പ്രശ്നമാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നത്. എന്തായാലും ഇതാണ് സിറ്റുവേഷൻ കേട്ടോ. പൈസീസ്, സ്കോർപ്പിയോ, പിന്നെ ഏരീസ്, ടോറസ്, ലീബ്ര, സ്കോർപ്പിയോ, ഇത്രയുമാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ റീഡിങ് കഴിഞ്ഞു. ഇനി ഞാൻ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റീഡിങ് ഇതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആളും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി കേട്ടോ. നമ്മൾ ആദ്യം ഓറക്കൽ മെസ്സേജ് ആണ് നോക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
കാർഡ് മറന്നൂടെ. ഡിവൈൻ ഇൻ്റർവെൻഷൻ, ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ സിറ്റുവേഷന് വളരെ അത്യാവശ്യമാണെന്നാണ് പറയുന്നത് കേട്ടോ. ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർ ഡിസാസ്റ്റർ ഓർ പ്രോബ്ലം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി? ടെമ്പറൻസ്, ഒരു ബാലൻസ്. ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ ഈക്വാളിറ്റി വെച്ചാൽ എന്തും കൂടുതലായാൽ പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നം. അതൊരു ബാലൻസ് വേണം. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഉണ്ട്. അത് നിങ്ങൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നു. ഇല്ലെങ്കിൽ അത് വ്യത്യാസം വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരാൻ രണ്ടുപേരും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണത്. ഇക്വലിബ്രിയം എന്ന് നമ്മൾ പറയില്ലേ, സന്തുലിതാവസ്ഥ. യെസ്, അങ്ങനെ അതാണ് തോന്നുന്നു. എന്തായാലും നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. എൻഡ് ഇല്ല, അവസാനിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഓഫറുകളൊന്നുമില്ല. അപ്പോൾ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഹാപ്പിനെസ്സും ഇല്ല, എക്സ്ട്രീം ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ഫീലിങ്സ്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ്, ഇത് ഹസ്ബൻഡ് അല്ല, ഇത് ഹസ്ബൻഡ് വൈഫ് അല്ല, ഇത് ഹെർമിറ്റാണ്. ഹെർമിറ്റും ഹൈ പ്രീസ്റ്റസും ആണ്. ഞാൻ ഹെയർ ഓഫ് ഹാൻഡാന്ന് വിചാരിച്ചപ്പെട്ടത്. അപ്പോൾ രണ്ടുപേരും നല്ല നോളജബിൾ ആയ ആളുകളാണ്. ഈ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷൻ ആണ്, നോളജ്, സബ് കോൺഷ്യസ്, ഡിവൈൻ ഫെമിനിൻ ഒക്കെയാണ്. വളരെ സെൻസിറ്റീവായ, വളരെ നല്ല എന്താ പറയുക, മോറൽ വാല്യൂസ് ഒക്കെ ഉള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ, വളരെ ഭക്തിയുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അങ്ങനെ അനാവശ്യമായിട്ട് കാര്യങ്ങളിൽ ഇടപെടുകയില്ല, അനാവശ്യ സംസാരമില്ല. ഒരു നല്ലൊരു എനർജി ആയിട്ടാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും നല്ലൊരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണും ഏകദേശം അതുപോലെ. അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഒരു ഒറ്റയ്ക്ക്, നിങ്ങൾ അങ്ങനെ ഗ്രൂപ്പ് പരിപാടി നിങ്ങൾക്കില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. അപ്പോൾ ഗോസിപ്പൊക്കെ നിങ്ങൾക്ക് ഭയങ്കര കുറവാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുപോലെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള സംസാരിക്കാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിട്ട് അതിന് കൃത്യമായ മറുപടി പറയുന്ന, എല്ലാത്തിനെക്കുറിച്ചും ആവശ്യത്തിന് നോളജ് ഉള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത് കേട്ടോ. ഇത് വെർഗോ പൈസസ് ആണ്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ 100 പ്രാവശ്യം ആലോചിക്കും. എടുത്ത് ചാടി പെരുമാറുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ എക്സ്ട്രീംസിലേക്ക് പോകാത്തത്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതങ്ങോട്ട് ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് വരുന്നില്ല. നിങ്ങൾ അതിനു മുമ്പ് അത് സോൾവ് ചെയ്യും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം, അത് മാത്രമാണ് നിങ്ങളുടെ മനസ്സിലെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ നിങ്ങളെ പിടുത്തം കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്താണ്, അതൊരു കണക്കിന് നല്ലതാണ്. കുറച്ചൊക്കെ മിസ്റ്ററി നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിലേ അതൊരു രസമുള്ളൂ, ഒരു ചാലഞ്ച് ആവുള്ളൂ. അപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ കുറച്ചൊക്കെ സീക്രട്സ് വെക്കുന്ന ആളാണെന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അട്രാക്റ്റീവ് ആയിട്ടാണ് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണ് കേട്ടോ. ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട്. എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ?
ഒരു എന്താ പറയുക, ന്യൂ ബിഗിനിങ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് പക്ഷേ അവിടെ സ്നേഹപരമായിട്ടുള്ള ഒരു കാര്യമല്ല, വേറെ എന്തോ കാര്യത്തിനാണ് ഈ പേഴ്സൺ ഒരു ന്യൂ. അപ്പം നിങ്ങൾ ഭയങ്കര ഭക്തയാണോ? നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഈ സീരിയലുകളൊക്കെ കോമഡി സീരിയലൊക്കെ കാണിക്കില്ലേ, ഭാര്യ ഭയങ്കര ഭക്തയാണ്, എന്നിട്ട് ഏത് നേരവും അമ്പലത്തിലാണ്, കുട്ടികൾ ഉണ്ടാവുന്നില്ല, സന്യാസിമാരെ പോലെ പോയി കാണുന്നു, പലവരെയും പോയി കാണുന്നു, വീട്ടിലുണ്ടാവില്ല, വീട്ടിലെ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ ഇവർക്ക് സമയമില്ല, പക്ഷെ അമ്പലത്തിൽ കിടപ്പാണ്, എന്നിട്ട് കുട്ടികളില്ലാതെ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കോമഡി കാണിക്കില്ലേ, അതുപോലത്തെ സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെ ഒരു ചിന്തയുണ്ട് നിങ്ങളെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് ദൈവത്തിനോടുള്ള ഭക്തി കൊണ്ടും ഈ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടി നടക്കുന്നതുകൊണ്ട് ഈ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല എന്നൊരു കാര്യം കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്ങിനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ പറയുക, കുറച്ച് അഡ്വെഞ്ചറസ് ആവാൻ നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജീവിതം, നിങ്ങൾ തമ്മിലുള്ള ജീവിതം എക്സ്ട്രീമിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഡള്ളാണെന്നൊരു പ്രശ്നം കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? വളരെ മിസ്റ്റീരിയസ് ആണ് നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ സന്തോഷിക്കുന്നത് കണ്ടിട്ടില്ല ആ പേഴ്സൺ, നിങ്ങൾ അങ്ങനെ സങ്കടപ്പെടുന്നതും കണ്ടിട്ടില്ല. ജീവിതം ഇങ്ങനെ ഒരു അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഡള്ളാണ്, എന്നുവെച്ചാൽ ഒരു മൊണോട്ടണസ് ആയിട്ടൊരു ജീവിതം പോവാണ്. എല്ലാം ഒരു കയറ്റോ ഇറക്കോ ഒന്നുമില്ല. മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതത്ര ഇഷ്ടപ്പെടുന്നില്ല. ഈ പേഴ്സൺ കുറച്ച് അഡ്വെഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഒരു അഡ്വെഞ്ചറസ് മൂഡിലേക്ക് ഈ പേഴ്സൺ പോകുന്നുണ്ടോ ഒരു സംശയം. പക്ഷെ അത് ലവ് അല്ല, ഒരു കാരണം നിങ്ങളുമായിട്ടൊരു ഇമോഷണൽ ലോസ് ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലാണ്? അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വഴി തെറ്റി വേറൊരു വഴിക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊരു ഡിസ്കണക്ഷൻ ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നുണ്ട്. അതിനുള്ള ആക്ഷനാണ്. ഈ പേഴ്സൺ കുറച്ച് അഡ്വെഞ്ചർ ലവിങ് ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ ബോറടിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ്. അപ്പോൾ പേഴ്സൺ പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ച് പോകുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമില്ല. ഒരു ഹാർട്ട് ബ്രേക്ക് ആയതുകൊണ്ടാണ് ഈ പേഴ്സൺ അങ്ങോട്ട് പോകുന്നത്. കാരണം നിങ്ങളിൽ നിന്ന് ഈ പേഴ്സൺ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ പേഴ്സണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലേ? വളരെ നമ്മൾ ഭാര്യയും ഭർത്താവും താങ്കൾ അങ്ങ് എന്നൊക്കെ സംസാരിക്കുമ്പോൾ മിസ്റ്റർ എന്ന് പറഞ്ഞ ഹസ്ബൻഡിനെ വിളിക്കാം, മിസ്സസ് എന്ന് പറഞ്ഞ ഭാര്യയെ വിളിച്ച് സംസാരിക്കുന്നവർ ഭയങ്കര ഫോർമലാണ്. അപ്പോൾ ഇവരുടെ വിചാരം, അല്ലെങ്കിൽ ഭാര്യയുടെ വിചാരം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വിചാരം, ഞങ്ങൾ ഭയങ്കര ഫോർമലായിട്ട് എന്നെ ഒന്ന് ഇടിയെന്ന് വിളിക്കുകയോ എടാന്ന് വിളിക്കുകയോ ഒന്നും ചെയ്യില്ല, ഞങ്ങൾ ഭയങ്കര ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലാണ് പോകണമെന്ന് പറയും. പക്ഷേ ആ മ്യൂച്വൽ റെസ്പെക്റ്റ് കുറേ കഴിയുമ്പോൾ ബോറടിയാവും. കാരണം നിങ്ങൾ ഭയങ്കര റെസ്പെക്റ്റ് ഭാര്യയും ഭർത്താവും തമ്മിൽ വരുമ്പോൾ അവർ തമ്മിൽ സംസാരം കുറയും. ഇപ്പോൾ തമാശ ഇവളോട് പറഞ്ഞാൽ ഇവൾക്ക് അത് ഇഷ്ടപ്പെടുമോ? ഞാനൊരു തമാശ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടുമോ? കുറച്ച് സില്ലി ആവണം നമ്മൾ റിലേഷൻഷിപ്പിൽ, ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് കുറച്ച് സില്ലി ആയിരിക്കണം. അതിന് വൾണറബിലിറ്റി എന്ന് പറയും. നമ്മളുടെ വീക്ക്നെസ്സുകൾ നമ്മളുടെ ഹസ്ബൻഡോ വൈഫോ അറിയണം. അപ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. മറ്റേത് ശരിക്കും പാവകളെ പോലെയാണ്, പെർഫെക്ഷനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു സിറ്റുവേഷനോടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, ഭർത്താവോ ഭാര്യയോ, ഇവിടെ ഒരു കള്ളത്തരം ചെയ്യാൻ പോകുന്നുണ്ട്. അടുത്ത ആക്ഷൻ അതാണ്. ഈ പേഴ്സൺ അഡ്വെഞ്ചർ, റൊമാൻസ് തപ്പി പുറത്തേക്ക് പോകാൻ പോകുന്നുണ്ട്. കുറച്ച് നാൾ ചിലപ്പോൾ ടൂർ എന്നും പറഞ്ഞ് മുങ്ങാനുള്ള പ്ലാൻ ഉണ്ടാവും. ഡിവോഴ്സ് ഒന്നും കാണിക്കുന്നില്ല, ചിലപ്പോൾ ഡിവോഴ്സ് ഒന്നും കാണിക്കുന്നില്ല ഇവിടെ, ഡിവോഴ്സിനേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കാൻ വഴിയുണ്ട്. നിങ്ങൾ അന്ത്യപ്പെടും, എന്താണ് എൻ്റെ പ്രശ്നം, ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, എന്താ ഇങ്ങനെ വരുന്നതെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിവൈൻ ഇൻ്റർവെൻഷൻ. കാരണം നിങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലാക്കാനുള്ള ഒരു ഹ്യൂമൻ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചില സമയത്ത് ഭയങ്കര ഫോർമലായ റിലേഷൻഷിപ്പ് രണ്ടുപേര് തമ്മിൽ, അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഈ പേഴ്സൺ ആരും പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു കാര്യം ചെയ്യുന്നു. അപ്പോൾ ഭാര്യ അന്തം വിടുന്നു, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഭർത്താവ് അന്തം വിടുന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഈ പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കിയില്ലെന്ന് അർത്ഥം. മനസ്സിലായി? ശരിക്കും ഈ പേഴ്സൺ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല എന്നറിയുമ്പോഴാണ് ഈ പേഴ്സൺ കുറേ കാര്യങ്ങൾ അടക്കി വെക്കുക. അത് കഴിഞ്ഞ് ഒരു സമയം കഴിയുമ്പോൾ, വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ 3 ദിവസത്തെ അല്ലല്ലോ, വർഷങ്ങൾ, ചിലപ്പോൾ മരണം വരെയുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കും എത്ര നാളാണ് നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അത് റിലീസ് ചെയ്യാനുള്ള കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കും.
മനസ്സിലായോ? അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഒരു കള്ളത്തരത്തിലേക്ക് പോകാൻ വഴിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുറേ പണനഷ്ടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ വഴിയുണ്ട്. മനസ്സിലായോ? ചിലപ്പോൾ ചീട്ടുകളി, അതുപോലെ തന്നെ ബെറ്റിംഗ്, അങ്ങനെയുള്ള പരിപാടീസിലൊക്കെ ഈ പേഴ്സൺ പോയി പെണ്ണായാലും ആണായാലും. പെണ്ണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ പാർട്ടിക്ക് പോവുക, നിങ്ങളോട് പറയാം, നുണ പറഞ്ഞിട്ട് പോവുക, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നിട്ട് വേറെ എവിടെയെങ്കിലും പോവുക, അങ്ങനെയുള്ള പരിപാടീസൊക്കെ കുറച്ച് കള്ളത്തരം ഇവിടെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു റൊമാൻസ് തപ്പിപ്പോകുന്നു. പക്ഷെ അതൊരു റിലേഷൻഷിപ്പ്, ഒരു മാരേജ് ബ്രേക്കപ്പിലൊക്കെ അങ്ങനെയൊന്നും പോകാൻ വഴിയില്ല എന്നാണ് കാണിക്കുന്നത്. എന്നാലും ഒരു അഡ്വഞ്ചർ ആരോ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് കുറച്ചും കൂടെ നിങ്ങൾ പ്രാക്ടിക്കലാണ്, ഭയങ്കര പ്രാക്ടിക്കലാണ്. ഇതൊരു എർത്ത് സൈൻ ആണിത്. പക്ഷേ ഭയങ്കര റെസ്പോൺസിബിൾ ആണ്, ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പെർഫെക്റ്റ് എന്ന് ഞാൻ പറയില്ല, ഓൾമോസ്റ്റ് പെർഫെക്ഷനിസം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ സില്ലി ആവാനും നമ്മൾ ജീവിക്കാനും മറന്നു പോകും അല്ലേ? നമ്മളെപ്പോഴും മറ്റുള്ളവർ ഇപ്പം പൊട്ടിച്ചിരിക്കുന്നവരെ പറയില്ലേ, അയ്യോ ഷോ പൊട്ടിച്ചിരിക്കരുത്. ഞാൻ പൊട്ടിച്ചിരിക്കുന്ന ആളാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്ന് ഞാൻ പൊട്ടിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും മിക്കവരും 90% ആൾക്കാരും ഷോ 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 എന്ന് പറയും, പൊട്ടിച്ചിരിക്കല്ലേ ചിരിക്കല്ലേ എന്ന് പറയും. അത്ര ഒച്ചയിൽ ചിരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല അല്ലേ? അതെനിക്ക് മനസ്സിലാവാറില്ല. അപ്പം എന്തായാലും അങ്ങനൊരു സിറ്റുവേഷൻ. അപ്പം നിങ്ങൾ അതുപോലത്തെ ഒരാളാണ്. ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ ഒരാൾ പോകുമ്പോൾ നിങ്ങളത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെയൊന്നും വേണ്ട, അയ്യോ അതങ്ങനെ. അത് ചിലപ്പോൾ റിലീജിയസ് പ്രശ്നം കൊണ്ടും ആയിരിക്കാം. പെൺകുട്ടികൾ പൊട്ടിച്ചിരിക്കാൻ പാടില്ല, നമ്മളെ അമ്മൂമ്മമാരൊക്കെ പറയാറുണ്ട് പൊട്ടിച്ചിരിക്കാൻ പാടില്ല. പെണ്ണുങ്ങളുടെ സൗണ്ട് അവർ വീട്ടിലുണ്ടെന്ന് ആരും അറിയരുതെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ പെൺപിള്ളേരോട് അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടെന്നല്ല, പിള്ളേർ ജീവിക്കട്ടെ അല്ലേ എന്ന് എനിക്ക് തോന്നാറ്. എന്തിനാ റെസ്ട്രിക്ഷൻ വെക്കുന്ന പിള്ളേരോട്? അവർക്കറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് വരും വരായികളും നമ്മളെക്കാളും വിവരമുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ. അവർക്ക് എന്താണ് വരാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് അറിയാത്ത കുട്ടികളല്ല. അപ്പോൾ അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരതിന് പ്രിപ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അവരോട് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അവർ ചെയ്യും. അത് അവർക്ക് ഒരു അഡ്വെഞ്ചർ സ്പിരിറ്റ് ഉണ്ട് അവരുടെ ഉള്ളിൽ. അത് ചെയ്ത് അവർക്കറിയണമെന്ന്, തീയിൽ തൊട്ടാൽ പൊള്ളുമെന്ന് നമ്മൾ പറഞ്ഞാലും അവർ തൊട്ട് നോക്കും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് തൊട്ട് നോക്കിയ അനുഭവം വേണം. പുള്ളി ഓക്കെ, മനസ്സിലായി? ആദ്യം തൊട്ട് നോക്കി പൊള്ളിയാലും അത്രയൊന്നും കുഴപ്പമില്ലല്ലോ, രണ്ടാമത് തൊട്ട്. ഇതാണ് ഇപ്പോഴത്തെ പിള്ളേർ. അപ്പം നമ്മൾ അവരോട് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു എനർജി കാണിക്കുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു എനർജി. അത് പണിയാവും. അതുപോലെ തന്നെ എല്ലാം അടക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി, എല്ലാം ചേർത്ത് പിടിക്കാൻ മീൻസ് ഒരു ഫ്രീഡം കൊടുക്കാത്ത ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് ഇവിടെ. നിങ്ങൾ സ്നേഹത്തിൻ്റെ പേരിലാണ് ഫ്രീഡം കൊടുക്കാതിരിക്കുന്നതെന്നാണ് നിങ്ങളുടെ വിശ്വാസം. അയ്യോ അവർ വല്ല പ്രശ്നം ഉണ്ടായാലോ, അവർക്കറിയാത്ത കാര്യമല്ല, അവരങ്ങനെ ചെന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യും എന്ന് വെച്ചിട്ട് നമ്മൾ മാതാപിതാക്കളെല്ലാം നമ്മൾ അങ്ങനെയാണ്. മക്കൾ ഒരു പോറൽ പോലും അവർ കേൾക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ പിടിച്ചു വെക്കും. പക്ഷേ നമ്മളെ പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട്, അടയ്ക്കുകയാണെങ്കിലും മടിയിൽ വെക്കാം, അടക്കാപരമായ എന്ത് ചെയ്യും. അപ്പോൾ അവരെ ഫ്രീ ആയിട്ട് വിടേണ്ടി വരും. ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ടും കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ. എല്ലാത്തിനെയും അടക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി. അത് ചിലപ്പോൾ പൈസയുടെ അഹങ്കാരം കൊണ്ടാവാം, മനസ്സിലായോ? അതല്ലെങ്കിൽ മാതൃസ്നേഹം കൊണ്ടാവാം. എന്തായാലും അങ്ങനെ ഒരു എനർജി ഉണ്ട്. പക്ഷെ അതൊരു പവറാണ്. ഒരാളെ സ്നേഹം കൊണ്ട് അടിമപ്പെടുത്തുക അല്ലെങ്കിൽ പണം കൊണ്ട് നമ്മളുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഒരാളെടുക്കുമ്പോൾ, പൈസയുടെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ അവർക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഫ്രീഡം ഇല്ല, അവരാണ് ചൂസ് ചെയ്യുന്നത് നമ്മൾ. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത് നിങ്ങളുടെ എനർജി അങ്ങനെയാണ് കാണിക്കുന്നത്. കുറച്ചൊക്കെ ഫ്രീഡം കൊടുക്കാം. എത്ര നാൾ നമ്മൾ അടിമപ്പെടുത്തി വെക്കും ആൾക്കാരെ? പറ്റില്ല, നമുക്ക് ജീവിതകാലം മുഴുവൻ ചെയ്യാൻ പറ്റില്ല. ഒരു പരിചയമുള്ള ആൻറ്റി മക്കളും ഒരു മോനുമാണ്. അപ്പോൾ ആ കുട്ടി, ഈ ആൻറ്റി ക്യാൻസർ വന്നാൽ മരിച്ചത്. അപ്പോൾ അതുവരെ അയ്യോ മോനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൻറ്റിയാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ആൻറ്റി മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയും ഞങ്ങളെല്ലാം കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ ഇവൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ഇവൻ ചെമ്മീനൊന്നും കഴിക്കുന്നത്, കാരണം ഇവന് കുറച്ച് അലർജിക്കാണ്. അപ്പോൾ ആൻറ്റി ആ ഒരു സ്നേഹത്തിൻ്റെ, ഇവന് അലർജിക്കായ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശരീരമൊക്കെ തടിച്ചു പോകും. ഈ കുട്ടി
ആൻറ്റി മരിച്ചതിന് ശേഷം ഞങ്ങളോട് പോയപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു അവനോട്, എടാ നീ ചെമ്മീൻ കഴിച്ചാൽ ശരിയാവും, നിനക്ക് അലർജി അല്ലേ? അത് അമ്മ പറഞ്ഞിരുന്നല്ലേ, എനിക്ക് വേണം. അവൻ കഴിച്ചു കുറേ, അവന് പക്ഷെ ഒന്നും പറ്റിയില്ല. അപ്പോൾ ആൻറ്റിയുടെ ആ ഒരു, പക്ഷേ അവൻ അതൊരു, ആൻറ്റി മരിച്ചപ്പോൾ അവനൊരു ഫ്രീഡം കിട്ടിയ പോലെ അങ്ങനെ ആവരുത് നമ്മൾ, മനസ്സിലായോ? അപ്പോൾ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലാണ്. പക്ഷെ ഞാൻ പറയുകയാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പോയി കഴിയുമ്പോൾ അവർ നമ്മളില്ലാത്തത് എൻജോയ് ചെയ്യരുത്, സന്തോഷിക്കരുത്. നമ്മളില്ലല്ലോ, ഓ ഇപ്പം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തിന്നാൻ സമ്മതിക്കില്ലായിരുന്നു എന്നൊരു പറഞ്ഞാൽ അത് ശരിയാവില്ല, അതൊരു കഷ്ടമാണത്. അപ്പോൾ അങ്ങനെ ചില സിറ്റുവേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഫ്രീഡം കൊടുക്കുക. നമ്മൾ ആവശ്യമില്ലാതെ, മക്കളാണെങ്കിലും അവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ, നമ്മളുടെ ചിന്താഗതികൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്, അത് പണിയാവും. അതുപോലൊരു സിറ്റുവേഷൻ ഇവിടെ കാണും. ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എങ്ങനെയാണ് ഫീൽ, അപ്പം നിങ്ങളുടെ പേഴ്സണിൻ്റെ മുകളിലാണ് നിങ്ങളുടെ ചിന്താഗതികൾ അടിച്ചേൽപ്പിക്കുന്നത്. അത് റെസ്ട്രിക്ഷൻസ് ഈ പേഴ്സൺ മിസ്യൂസ് ചെയ്യാൻ, വഴിതെറ്റിപ്പോകാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. പരസ്യമായിട്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്മൂത്താണ്, ഒരു പ്രശ്നവുമില്ല കേട്ടോ. അപ്പോൾ ഈ റീഡിങ്ങോ രണ്ടാമത്തെ റീഡിങ്ങോ മൂന്നാമത്തെ റീഡിങ്ങോ പോലെ നേരിയ ഒരു കണക്ഷൻ ഉണ്ട്, പക്ഷെ സിറ്റുവേഷൻ രണ്ടാണ് കേട്ടോ. ഇവിടെ വേറൊരു എന്താണ് വ്യത്യാസം എനിക്കറിയില്ല, റീഡിങ് കഴിഞ്ഞു, എനിക്കത് അറിയില്ല, മറ്റേത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാലും ഇത് കണ്ടപ്പോഴാണ് ഇവിടെ ഒരു ബാലൻസ്, മറ്റേത് 10 of Cups ആണ് കണ്ടതെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും ഇപ്പം ഏകദേശം ഒരു കണക്ഷൻ ഉള്ള പോലെ ഉണ്ട്. പക്ഷെ സിറ്റുവേഷൻ രണ്ടായിരിക്കും, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇവിടെ ബ്രേക്കപ്പ് ഒന്നും വരുന്നില്ല, ഡിവോഴ്സിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു റിലാക്സേഷൻ, ഒരു ഫ്രീഡം ലവിങ് എനർജി ഇവിടെ ഉണ്ട്. ആ ഫ്രീഡം അന്വേഷിച്ച് പോകുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻ ജെമിനായി ഉണ്ട്, ലീബ്ര ഉണ്ട്, അക്വേറിയസ് ഉണ്ട്. അക്വേറിയസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് ഇവിടെ. അക്വേറിയസ് ക്യാൻസർ ഉണ്ട്. അക്വേറിയസിനൊക്കെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവർ ഭയങ്കരമായിട്ട് ഫ്രീഡം ലവ് ചെയ്യുന്ന ആളുകളാണ്. ഒരു റെസ്ട്രിക്ഷനും അവരുടെ അടുത്ത് പോവില്ല, അങ്ങനത്തെ ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ റീഡിങ്. ഇതോടുകൂടി ഇന്നത്തെ റീഡിങ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, പുതിയതായിട്ട് വന്ന ആളുകൾക്കും സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കും എല്ലാം എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ഭഗവാൻ സമൃദ്ധമായിട്ട് തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും വളരെ സേഫായിട്ടിരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.